ഹലോ ഗൈസ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റിന്റെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പൊ നാളത്തേക്ക് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെയിം ലെവലിലാണ് ഇന്നും നാളെയും ആക്ട് ചെയ്യുന്നത്. അതായത് 24,000 ഞാൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് മാർക്കറ്റിന്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ്. അപ്പൊ നാളെ ഒരു പക്ഷേ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് ചെറിയൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ നാളെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡിലുള്ള ട്രേഡ് ആണ് നല്ലൊരു ട്രേഡ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതായത് 24,070 മുതൽ 24,100 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒരു പക്ഷേ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ താഴേക്ക് വന്നാലും നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പം എന്തെങ്കിലും ഒരു റിവേഴ്സൽ പാറ്റേൺ നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നാളത്തേക്ക് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് നിഫ്റ്റിയിൽ സപ്പോർട്ടഡ് ആക്ട് ചെയ്യും. അതായത് 23,830 മുതൽ 800 വരെയുള്ള ഏരിയ നിങ്ങൾ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ഏരിയന്റെ താഴെയായിട്ട് ഒരു ഡൗൺ സൈഡ് ഇട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതായത് 23,800 താഴെയായിട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡ് എൻട്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 800 ലെവലിന്റെ താഴെ ഒരു 5 മിനിറ്റിന്റെ ക്യാനിൽ ക്ലോസ് ചെയ്ത് സഡൻ ആയിട്ട് എൻട്രി എടുക്കാതെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് പ്രൈസ് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിട്ട് മാത്രം ഒരു ട്രേഡിലേക്ക് എൻ്റർ ആകുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 23,700 ലെവൽ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന്റെ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 23,640 ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ നാളെ കൺസിഡർ ചെയ്യുന്ന ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയ, ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 23,900 ലെവലിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിന്റെ താഴെ ചെറിയൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇത് നമുക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ ക്യാൻഡലിലും ഓർഡർ ഫ്ലോ ചാർട്ട്സിലൊക്കെ നമുക്ക് റിവേഴ്സൽ പാറ്റേൺ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഈ ഒരു ലെവലൊക്കെ ഒരു റിവേഴ്സലിനെ കൺസിഡർ ചെയ്യും. നാളത്തേക്ക് ഞാൻ റിവേഴ്സലിന് കൺസിഡർ ചെയ്യുന്ന രണ്ട് ഏരിയസ് ആണ്. ഒന്ന് ഈ ഒരു ഏരിയ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ്. ഈ രണ്ട് ഏരിയയിലും നമുക്ക് റിവേഴ്സൽ ട്രേഡ് കൺസിഡർ ചെയ്യാൻ ലെവലാണ്. അപ്പൊ അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നിഫ്റ്റി ഈ ഒരു ലെവലിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്താലും നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാം. പക്ഷെ ഇത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു 5 മിനിറ്റിന്റെ ക്യാനിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് സഡൻ ആയിട്ട് എൻട്രി എടുക്കാതെ നല്ല രീതിയിൽ നല്ല വോളിയം ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ഈ ഒരു ഏരിയന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത്, അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഫേവറബിൾ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് മാത്രം ഈ ഒരു ഏരിയയിൽ നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഈ ഒരു ഏരിയന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി നല്ലൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,245 ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് 24,460 ലെവലാണ്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്നും വരും ദിവസങ്ങളിൽ ഒരു റിജക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്, അതായത് പ്രീവിയസ് ഡേയുടെ വലിയൊരു ഹൈയും ലോയും നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ ഒരു ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു സൈഡ് വേസ് ഉള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഒരു ഫാസ്റ്റ് ബ്രേക്ക്ഔട്ട് തരാനുള്ള ചാൻസ് ഉള്ള കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് നോക്കി കാണാൻ സാധിക്കും കറക്റ്റ് ആയിട്ട് നിഫ്റ്റി എന്താണ് ഒരു ബാലൻസ്ഡ് ഓപ്പണിംഗ് ആണ്. അതായത് ബിഗ് പ്ലേയേഴ്സിന് മാർക്കറ്റിനെ ഒരു നെക്സ്റ്റ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഉപയോഗിച്ച് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഫസ്റ്റ് 1 അവർ, അതായത് 30 മിനിറ്റിന്റെ ANB പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും മാർക്കറ്റ് നമ്മൾ സൈഡ് വൈസ് ചാൻസ് ഉള്ള മാർക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഫാൾസ് ബ്രേക്ക്ഔട്ട് തരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഇന്ന് ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല.
ഓക്കെ, അതുപോലെ തന്നെ ആ, അപ്പൊ നാളത്തേക്ക് നമ്മള് നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ്. അതായത് നിങ്ങൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യുക. അതായത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,989 ലെവൽ. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,933 ആണ്. അപ്പൊ ഈ ഒരു ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ചെറിയ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ റിവേഴ്സൽ ട്രേഡ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഈ വാല്യൂരിന്റെ ലോയിന്റെ താഴെ അല്ലെങ്കിൽ വാല്യൂരിന്റെ ഹൈയിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ എന്താണ് ഒരു ഡയറക്ഷണൽ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അത് നമുക്ക് എന്താണ് ആദ്യത്തെ ഒരു 1 അവറിന്റെ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ആ, നമുക്കത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ പ്രൈസ് ആക്ഷൻ വ്യൂവിൽ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ പ്രൈസ് ആക്ഷൻ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.